ഹായ് യോൾ വെൽക്കം ബാക്ക്. ദിസ് ഇസ് നിമി ഫ്രം ഇലണ്ട ഡിസൈൻസ്. ഈ ഒരു വീഡിയോയിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ മിക്സിൽ വരുന്ന കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണാൻ പോകുന്നൊരു 2-3 പ്രിൻറ്റ്സ് വരുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ വേരിയൻസിലും. അപ്പോൾ ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. സൈറ്റ് ഐ ഡി വന്നേക്കുന്നത് www.ilandadesigns.com എന്നാണ് സൈറ്റ് ഐ ഡി വരുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഡീറ്റെയിൽസ് നോക്കുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോയിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വാച്ച് ചെയ്ത് ഡീറ്റെയിൽസ് നോക്കി സാറ്റിസ്ഫൈ ആയതിനു ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 2 രീതിയിലാണ് നമ്മുടെ ഓർഡേഴ്സ് നമ്മൾ വീഡിയോസ് ചെയ്ത് ഓർഡേഴ്സ് എടുക്കുന്നത്. 2 രീതിയിലാണ്. അതായത് വാട്സപ്പ് ഓർഡേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഓർഡറും ഉണ്ട്. ഈ 2 രീതിയിലും നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് വരുന്ന പേയ്മെൻറ്റ് രണ്ടും 2 വേയിലൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ. അതായത് വെബ്സൈറ്റിലൂടെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തരുന്നത്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ടുള്ള റേസർ പേ എന്നിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേയിലൂടെയാണ് നിങ്ങൾ ഡയറക്റ്റ് പേ ചെയ്യുന്നത്. ആ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ, റേസർ പേ എന്നുള്ള ഗേറ്റ് വേയിലൂടെ വരുന്നത്. അതല്ലാതെ വാട്സപ്പിലൂടെ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഈ റേസർ പേയിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യരുത്. ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഒരു 2-3 കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് പോലും വാങ്ങിക്കാതെ നേരെ ഡയറക്റ്റ് പോയിട്ട് റേസർ പേയിൽ പോയിട്ട് വാട്സപ്പിൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് നേരെ റേസർ പേയിൽ പോയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ദയവ് ചെയ്ത് ആ മെത്തേഡ് വേറെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡയറക്റ്റായിട്ടാണ് വരുന്നത്. പക്ഷേ വാട്സപ്പിൽ ബുക്ക് ചെയ്യുന്നവർ, വാട്സപ്പ് ത്രൂ പ്രോഡക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നവർ നമ്മളോട് ചോദിക്കുക ഏത് നമ്പറിലാണ് പേ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. അതല്ലാതെ നമ്മളോട് ചോദിക്കാതെ നേരെ പോയി ഇങ്ങനെ അത് പക്ഷേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്താൽ അതുമായിട്ട് നമുക്ക് യാതൊരുവിധ റെസ്പോൺസിബിളും അല്ല. കാരണം പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ടുള്ള റേസർ പേ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു വേ ആണ്. അത് റേസർ പേയ്ക്കാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് പോകുന്നത്. നമ്മളുടെ അക്കൗണ്ടിലേക്കല്ല ആ ഒരു പേയ്മെൻറ്റ് ഡയറക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് വാട്സപ്പ് ത്രൂ പേയ്മെൻറ്റ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് നമ്മളോട് ചോദിച്ച് കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. കാരണം ഇത് പിന്നീട് പേയ്മെൻറ്റ് നിങ്ങൾക്ക് റിട്ടേൺ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഈ റേസർ പേയിൽ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ദയവ് ചെയ്തതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഏത് ഓർഡേഴ്സ് ആണെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. വെബ്സൈറ്റ് ത്രൂ ഉള്ള ഓർഡേഴ്സ് എല്ലാം ഡയറക്റ്റ് ആ ഒരു വേയിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ കൺഫേം ഒക്കെ ആക്കിയിട്ട് മാത്രമേ വാട്സപ്പിൽ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം ആയിട്ടുള്ള അതായത് ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ക്രീം മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ചെറിയ പ്രിൻസ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നോർമലായിട്ടുള്ള ഒരു ക്യാഷ് വെയർ കുർത്തിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഡീപ്പായിട്ടുള്ള ഒരു യൂനെക്ക് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതുപോലെ ചെറിയൊരു മിറേഴ്സ് കൂടെ ഇതിൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ. ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നേക്കുന്നത്. 899 എന്ന് പറയുന്നൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. ഇതുപോലെയാണ്. ഒരു 45-46 ഇഞ്ച് ആയിരിക്കും ലെങ്ത്ത് വന്നേക്കുന്നത്. 38 മുതലുള്ള സൈസ് വേരിയൻസ് അവൈലബിൾ ആണ്. പ്രിൻറ്റിൻ്റെ ക്ലോസർ വരുന്നത് ഇതുപോലെയാണ്. ഓക്കെ, സ്ലീവ് 3/4 സ്ലീവാണ്. സ്ലീവിനൊരു ഫോൾഡിങ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതുപോലെ ബ്ലാക്ക്, അതുപോലെ തന്നെ മെറൂണ്, ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. ഫാബ്രിക് വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ കൂടിയിട്ട്, ഇതിപ്പോൾ ബ്ലാക്കാണ് നമുക്ക് എരിച്ച് നിൽക്കുന്ന ഒരു ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ തന്നെ മെറൂൺ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. വേറെ ഇത് നോക്കാം. സെക്കൻഡ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു റെഡ് ആയിട്ടുള്ള ഷെയ്ഡിലാട്ടോ വന്നേക്കുന്നത്. റെഡ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രിൻസ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ. 899 ആണ് പ്രൈസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ആൻഡ് ഒരു ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ. നേരത്തെ കാണിച്ചത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. ഇത് മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഒരു ഹെം കട്ടിങ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു മിറർ വർക്ക് ഇതുപോലെ സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട്. 899 ആണ് പ്രൈസ് വന്നേക്കുന്നത്. 38 മുതലുള്ള സൈസ് വേരിയൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രിൻ്റാണ്. കണ്ടു നോക്കാം.
സെക്കൻഡ് പാറ്റേൺ വന്നേക്കുന്നത് എലൈൻ കോൺസെപ്റ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഇതുപോലെയാണ് പ്രിൻറ്റിൻ്റെ ക്ലോസർ വന്നേക്കുന്നത് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ്, കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. 3/4 സ്ലീവ് വരുന്നുണ്ട്. ഒരു ഓവലായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഇറക്കമുള്ള നെക്ക് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത് വരുന്ന ഒരു 45-46 ഇഞ്ച് ആയിരിക്കും ലെങ്ത് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഒരു മെറൂൺ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഞാൻ വേറെ ചെയ്യുന്നില്ല, ഫോട്ടോസ് നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ പറ്റും. ഇതുപോലെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. പ്രൈസ് 899 തന്നെയാണ് പ്രൈസ് വന്നേക്കുന്നത് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽസ് പറയാം. ഫാബ്രിക് വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് കണ്ടത്. ഒന്ന് സ്ലിറ്റ് ആയിട്ട് വരുന്നതും പിന്നെ വരുന്നത് ഇപ്പം ഞാൻ വേറെ എടുക്കുന്ന എ ലൈൻ. രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് 899 ആണ്. ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.